ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് മോട്ടിവേഷൻ ബുക്സ് ആണ്. അത് ഒരു പ്രധാന വ്യക്തി വിവർത്തനം ചെയ്ത ഒരു കുറച്ച് ബുക്സ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നുണ്ട്. കുഞ്ചു ഉടുക്കൂർ, അദ്ദേഹം പാലക്കാടാണ്. ഒരുപാട് മലയാളികൾക്ക് ഇന്ന് ഉപകാരപ്രദമായ കുറച്ച് ഏറ്റവും നല്ല കുറേ ബുക്കുകൾ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ചില ബുക്കുകളിൽ വിവർത്തനം മാത്രമല്ല, അദ്ദേഹം എഡിറ്ററാണ്. ചില ബുക്കുകളിൽ ചിലതിൽ അദ്ദേഹം തന്നെ വിവർത്തനം ചെയ്ത ബുക്കുണ്ട്. അതിൽ ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം കുറച്ച് ബുക്സ്. ഇതാണ് ആ ബുക്കുകൾ. ഇതിൽ നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് മനുഷ്യ ചിന്തകൾക്ക് അപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു ചൈതന്യത്തെയാണ് നാം ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ ശക്തി ഒരേ സമയം സൃഷ്ടാവുമാകുന്നു. ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു മാർഗദർശിയുടെ പ്രസക്തി ഇവിടെയാണ് എന്നിങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഉള്ളടക്കങ്ങളിലേക്ക് കിടക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് 100% ഈ ബുക്കിനെ പറ്റി അറിയാം. ഇനി അറിയാത്തവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടത് കണക്കാക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ബുക്ക്, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വീഡിയോയിലേക്ക് ഇടുന്നുണ്ടായിരിക്കും. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതിൻ്റെ അടുത്ത ബുക്ക് വിജയികളുടെ മനോഭാവങ്ങൾ, 6 ആറ്റിറ്റ്യൂഡ് ഫോർ വിന്നേഴ്സ് എന്നാണ്. നോർമൻ വിൻസെന്റ് പേളിൻ്റെയാണ്. അത് ഡോക്ടർ PP വിജയനാണ് എൻ്റെ അവതാരികയിൽ നിന്ന് എന്ന രീതിയിൽ. ജയിക്കുമെന്ന ഉത്തമ വിശ്വാസമുള്ള ഒരാളിനെ തോൽപ്പിക്കാൻ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന രീതിയിലുള്ള ബുക്കാണ്. ദെൻ അടുത്തത് ആസ് എ മാൻ തിങ്കത്ത്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നുവോ അതാണ് നമ്മൾ. അത് ജെയിംസ് അലൻ്റെയാണ്. അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് കുഞ്ചു ഉടുക്കൂർ. ഞാനിത് കാണിക്കാനുള്ള വേറൊരു റീസൺ, അദ്ദേഹത്തെ പറ്റി 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് ഞാൻ സംസാരിച്ചു. എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തോന്നി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന്. കാരണം അദ്ദേഹം ആദ്യം ചെയ്ത ബുക്കാണ് ദ മാജിക് ഓഫ് ബിഗ് തിങ്കിങ്. പക്ഷെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് PJ ബേബിയാണ്. അതിൻ്റെ എഡിറ്റർ അദ്ദേഹമാണ്. കാരണം ഈ കുഞ്ചു ഉടുക്കൂർ അദ്ദേഹം SBTയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രോക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബാങ്കിലേക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ ഇരിക്കുന്ന കുറേ സമയങ്ങളിൽ ആ സ്ട്രോക്ക് വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിൽ, ചികിത്സക്കിടയിൽ അദ്ദേഹം ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചത് ചികിത്സ രോഗത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബുക്കിനെ പറ്റി വായിച്ച് അല്ലെങ്കിൽ അതിൽ നിന്നോ ഒരു പ്രചോദനം കിട്ടുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതിന് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ കിട്ടുന്നതായിട്ട് അദ്ദേഹത്തിന് ഈ ഒരു ബുക്കെന്ന് തോന്നി. അപ്പോഴാണ് തോന്നിയത് എല്ലാ മലയാളികൾക്കും ഇപ്പോൾ ഇംഗ്ലീഷ് വായിക്കണം എന്നതിൻ്റെ പരിജ്ഞാനം ഉണ്ടാകണമെന്നില്ല. മലയാളം മാത്രം വായിക്കാൻ അറിയുന്ന ആൾക്ക് ഒരു കാരണവശാലും ഇതുപോലൊരു ബുക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അന്ന് മുതലുള്ള ചിന്തയാണ് അദ്ദേഹം എങ്ങനെയാണ് നമ്മൾക്ക് ഇത് മലയാളികൾക്ക് എത്തിക്കുക എന്ന് ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് സംസാരിച്ചു, ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇദ്ദേഹം കുഞ്ചു ഉടുക്കൂറായിരുന്നു ഇതിൻ്റെ എഡിറ്റർ. ദെൻ അദ്ദേഹം ആ ഒരു ബുക്ക് പുറത്തിറക്കി. മെഗാ ബുക്സ് എന്ന രീതിയിൽ അദ്ദേഹം പബ്ലിഷിംഗ് ആയിട്ട് പുറത്തിറക്കി. വളരെ 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 നല്ല ഒരു സഹായമാണ് ഇന്ന് മലയാളികൾക്ക് അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ചിന്തിച്ചത് ഇത് ഒരാൾക്കും ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകരുത്. ഇതുപോലൊരു കാര്യം വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് ഒരാളെങ്കിലും മുന്നിൽ വന്നാൽ അത് കുഞ്ചു ഉടുക്കൂർ എന്ന അദ്ദേഹത്തിൻ്റെ വിജയമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഒരു ബുക്ക് അന്വേഷിച്ച് വായിച്ച് അതിലോട്ട് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ബുക്ക് ഷോപ്പിലും ഞാൻ ഈ കാണിച്ച ദ മാജിക് ഓഫ് ബിഗ് തിങ്കിൻ്റെ മലയാളം, ആസ് എ മാൻ തിങ്കത്ത് എന്നതിൻ്റെ മലയാളം, 6 ആറ്റിറ്റ്യൂഡ് ഫോർ വിന്നേഴ്സ് എന്നതിൻ്റെ മലയാളം, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് നെപ്പോളിയൻ ഹില്ലിൻ്റെ, ഇതിൻ്റെ എല്ലാം മലയാളം നിങ്ങൾക്ക് എല്ലാ ബുക്ക് ഷോപ്പിലും ലഭ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ബുക്ക് ഷോപ്പുകളിൽ പോവുക, അവിടെ പോയി ചോദിക്കുക, നേരിട്ട് വായിക്കുക. വായിച്ചതുകൊണ്ട് മാത്രം ഒരു ബുക്ക് കൊണ്ട് നമുക്ക് പോരില്ല. അത് പ്രവൃത്തിയിൽ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്ക് ആ സക്സസ് എന്നുള്ളത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ നമ്പറിലാകട്ടെ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലാകട്ടെ, സെയിം രണ്ടും ഒരു നമ്പർ തന്നെയാണ്. നിങ്ങളതിൽ വിളിച്ചാൽ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന പോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബുക്ക് ഞാൻ അയച്ചു തരും. ഒരുപാട് ആളുകളുടെ എൻക്വയറി ഉള്ളൊരു ബുക്കാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കേണ്ട താമസം ഞാൻ എന്താണ് അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്യുന്നു അതിൻ്റെ രീതി നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയച്ചുതരും. എൻ്റെ അടുത്ത് മാത്രമല്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നു, ഏത് ബുക്ക് ഷോപ്പിൽ പോയാലും നിങ്ങൾക്കിത് കിട്ടും. എൻ്റെ അടുത്ത് തന്നെ വിളിക്കണം എന്നില്ല. പക്ഷേ വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരാം. ഈ കുറച്ച് ബുക്കുകൾ മാത്രമല്ല, ഇനി അദ്ദേഹം പുതിയ ബുക്കുകളെല്ലാം വരുന്നുണ്ട്. അതുപോലെ ഞാൻ വേറെ കുറച്ച് ബുക്സുകൾ കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, കണ്ടൻസും ഉള്ളടക്കം ഒന്നും പറയുന്നില്ല. ഇതുണ്ടോ, റോബിൻ ശർമ്മയുടെ
ദ ഗ്രേറ്റ്നസ് ഗൈഡ്, മഹത്വത്തിന് ഒരു മാർഗദർശി. ഈ ബുക്ക് വളരെ നല്ലതാണ്, ഇൻട്രസ്റ്റിംഗ് ആണ് വായിക്കാൻ. അതുപോലെ ഇന്ന് വേറൊരു കാര്യം, എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ബുക്കിൽ വേറൊരു ബുക്ക് ഇതാണ്, ഇന്നർ എഞ്ചിനീയറിംഗ്. മാനവരാശിയെ പിടികൂടിയിരിക്കുന്ന സകല കാലുഷ്യങ്ങൾക്കും ആതുരങ്ങൾക്കുമുള്ള ഒരേ ഒരു പ്രതിവിധി ആത്മപരിവർത്തനം മാത്രമാണ്. ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് പാഠങ്ങളും സിദ്ധാന്തങ്ങളുമല്ല, ഓരോരുത്തർക്കും സാധിക്കുന്ന ഒരു യാത്രയിലെ സൂചനാഫലങ്ങളായി ഇവയെ കാണുകയാണ് വേണ്ടത്. ഈ യാത്രയിൽ ഗുരു ലക്ഷ്യമല്ല, വഴി അടയാളപ്പെടുത്തിയ ഭൂപടമാണ്. ആനന്ദത്തെ സന്തതഹചാരിയാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകം. ഇത് പരിഭാഷപ്പെടുത്തിക്കുന്നത് K. ജയകുമാർ. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ബുക്കാണിത്. ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ച് ഞാൻ അയച്ചു കൊടുത്തൊരു ബുക്ക് കൂടിയാണ്. അതുപോലെ പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന വേറൊരു ബുക്ക് ഇതാണ്ടോ, എൻ്റെ സുഖാനുഭവങ്ങൾക്ക് ഭംഗം വരുത്തിയതാര്. 1,20,00,000 കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകം കൂടിയാണിത്. വളരെ നല്ല ബുക്കാണ്. ദെൻ അതിൻ്റെ ഇംഗ്ലീഷും ഹൂ മൂഡ് മൈ ചീസ് എന്നുള്ള ഇംഗ്ലീഷ് കളക്ഷനും കിട്ടുന്നുണ്ട്. മലയാളമാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത്, നമ്മുടെ മലയാളികൾ. പിന്നെ മലയാളത്തിൽ നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും, അതും ഏറ്റവും നല്ല ബുക്കാണ്. നിങ്ങൾ ജനിച്ചപ്പോൾ ലോകം ചിരിച്ചു, നിങ്ങൾ കരഞ്ഞു. ഇനി നിങ്ങൾ മരിക്കുമ്പോൾ ലോകം കരയുകയും നിങ്ങൾ ചിരിക്കുകയും ചെയ്യുന്ന തരത്തിൽ ജീവിക്കുക എന്ന രീതിയിലാണ് ഒരു കുറേ കണ്ടന്റ്. അത് എനിക്ക് തോന്നുന്ന ഒരു പുരാതന സംസ്കൃത പഴഞ്ചൊല്ലാണ്. എന്നിരുന്നാലും അതിനെ ആസ്പദപ്പെടുത്തി അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുക്ക് കൂടിയാണ്. അതിൻ്റെ തന്നെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന ഇംഗ്ലീഷ് പുസ്തകവും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 15 മില്യൺ കോപ്പീസ് സോൾഡ് ഔട്ട് ആയതാണ് റോബിൻ ശർമ്മയുടെ ബുക്സ്. ദെൻ വേറെ ഒരു ബുക്ക് കുടുംബ വിജ്ഞാനം, ഫാമിലി വിസ്ഡം, അതിൻ്റെ ഇംഗ്ലീഷും അതുപോലെ ഈ മലയാളവും അവൈലബിൾ ആണ്. ഇതിൻ്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളും വിജയശ്രീലാളിതരാകുന്ന കുട്ടികളെ വാർത്തെടുക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരുന്ന മനോഹരമായ പുസ്തകമാണിത്. അതുപോലെ വേറൊന്ന് ഇതാണ് കൂടുതൽ ആളുകളും കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുന്ന അഗ്നിച്ചിറകൾ, വിങ്സ് ഓഫ് ഫയർ, APJ അബ്ദുൽ കലാമിൻ്റെ ബുക്കാണ്. ഇതിൻ്റെ എല്ലാം ഞാൻ ഇൻഡിവിജ്വൽ വീഡിയോ ചെയ്യാം. ദെൻ അതുപോലെ തന്നെ വേറൊരു ബുക്ക് ദ വിസ്ഡം ഓഫ് ടീച്ചിങ്, സ്റ്റീഫൻ കോവേൻ്റെ ആണ്. വിവേക പാഠങ്ങളും വിജയമന്ത്രങ്ങളും, അതും വളരെ നല്ല ബുക്കാണ്. ഒരുപാട് ആളുകൾ ചോദിക്കും. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ബുക്കല്ല എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ബുക്കാണ്. അതുപോലെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ബുക്ക് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാൻ പരിചയപ്പെടുത്തുന്ന ബുക്കുകളെല്ലാം ഒരുപക്ഷെ നിങ്ങൾ കണ്ടതായിരിക്കും, വായിച്ചതായിരിക്കും. പക്ഷേ ഇതുപോലുള്ള എല്ലാ ബുക്സും അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഉപയോഗപ്പെടുന്നത് പുതിയ വായനക്കാർക്കായിരിക്കും. ചിലപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, അല്ലെങ്കിൽ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, വായിക്കണമെന്ന് ആഗ്രഹം വന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്ക് ഒരു ആഗ്രഹം വന്നു. അപ്പോൾ ഏത് ബുക്ക് തിരഞ്ഞെടുക്കണം, ഏത് ബുക്ക് നല്ലതായിരിക്കും എന്ന് ചിന്തിച്ച് ചിലപ്പോൾ എല്ലാവരും ചോദിക്കും, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അവർക്കൊരു പക്ഷേ ഇതുപോലുള്ള വീഡിയോസ് യൂസ്ഫുൾ ആവും. തീർച്ചയായിട്ടും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ബുക്ക് ഷോപ്പുകളിൽ പോവുക, അത് വാങ്ങുക, വായിക്കുക, അല്ലെങ്കിൽ എന്നെ വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ വിളിച്ചാൽ ഞാനത് നിങ്ങൾക്കത് എത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങളും അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെയും കുറച്ച് ബുക്സ് ഉണ്ട്. അതുപോലെ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന 100 തദ്ദേശ കഥകൾ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ചാണക്യ, വളരെ നല്ല ബുക്കാണത്. അതുപോലെ നിങ്ങളിലെ ചാണക്യൻ, വലുതായി ചിന്തിക്കുക, തിങ്ക് ബിഗ്, യുഹോ ഒക്കാവാൻ്റെയാണ്. അങ്ങനെ ഒരുപാട് ബുക്സ് ഉണ്ട്. ഇനി ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. ഞാൻ വീണ്ടും ഓർപ്പിക്കണേ, കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ വായനയിലേക്ക് മാറ്റി വയ്ക്കണം. ആർക്കും സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ വായന മരിക്കുന്നില്ല. എന്ത് സംഭവിച്ചാലും ഒരിക്കലും വായന മരിക്കുന്നില്ല. കാരണം നമ്മളെല്ലാവരും പറയാറുണ്ട്, ഇന്ന് കുറച്ച് പേരെ വായിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാത്രമേ അതിന് സമയമുള്ളൂ, ഇന്ന് ആരാണ്, അത് നമ്മുടെ ഒരു ചിന്ത മാത്രമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇതിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് എല്ലാവർക്കും 2 മൊബൈലുണ്ട്, 2 സിം ഉണ്ട്, മിനിമം ഒന്നെങ്കിലും ഇല്ലാത്തവരില്ല എന്നാണ് നമ്മളുടെ ചിന്ത. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ആർട്ടിക്കിളിൽ 300 കോടി ആളുകൾ ഇന്നും ഒരു ഫോണിൽ ഹലോ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചൊരു കാര്യമാണ്, 300 കോടി ആളുകൾ പോലും ഇന്ന് ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പോലും പറയാത്ത ആളുകളുണ്ട് എന്നാണ് അറിഞ്ഞത്. അതുപോലെ നമ്മൾ വിചാരിക്കണം നമ്മൾ വായിച്ചതുകൊണ്ട് നമ്മൾ എല്ലാം അറിഞ്ഞു, അല്ല. വായിക്കാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകട്ടെ. അതുപോലെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്